ഷൈത്യയും ബിൻസിയും രഞ്ജിത്തും നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പം അവരുടെ വരവിൻ്റെ ഉദ്ദേശം തന്നെ രഞ്ജിത്ത് നമ്മുടെ അനീഷേട്ടനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അനുവിനും ഇട്ട് ഇടയ്ക്കിടയ്ക്ക് കൊട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ അനുമോളെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഷൈത്യ ആദിലയുടെ നൂറയുടെ കൂടെ കൂട്ടുകൂടി. അത് ഭയങ്കര വിസിബിളായിട്ടങ്ങ് ഷൈത്യ കാണിക്കുന്നുണ്ട്. അനുമോളെ ഒഴിവാക്കി മറ്റുവരെ രണ്ടുപേരെയും ചേർത്ത് പിടിക്കുന്ന രീതി അത് ഭയങ്കര വിസിബിളാണ്. അനുമോൾക്ക് നല്ല രീതിയിൽ അത് ഹേർട്ടാവുന്നുണ്ട്. ആദ്യം തന്നെ രഞ്ജിത്ത് കയറി വന്നിട്ട് നമ്മുടെ അനീഷേട്ടനെയാണ് പിടിച്ചത്. അനുമോളെ താഴോട്ടിറങ്ങി വാ, അനുമോളെ താഴോട്ടിറങ്ങി വാ എന്ന് നീ വിളിച്ചത് കേട്ടപ്പോൾ താലി കെട്ടി കൊണ്ടുപോകാനാണെന്ന് ഞാൻ കരുതിയില്ല. കൃഷിക്കാരനല്ലേ, വിത്തിട്ടതാകും എന്നൊക്കെ കളിയാക്കുന്നുണ്ട്. ഇവിടെ ഒരാളുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വിവാഹബന്ധം വരെ എത്തിക്കാൻ കാണിച്ച് നിങ്ങളുടെ മനസ്സുണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പം അനീഷേട്ടൻ പറയുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതിന് താല്പര്യമില്ല, അപ്പം ഞാൻ ആ കേസ് വിട്ടതാണ്. പിന്നെ എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു ഇത് എന്ന് ചോദിക്കുമ്പോൾ അനീഷേട്ടൻ പറയുന്നത് എന്ത് സ്ട്രാറ്റജി, ഒരു സ്ട്രാറ്റജി ഇല്ല, അത്രയ്ക്ക് അങ്ങ് നിയന്ത്രണം വിട്ടുപോയെന്നാണ് രഞ്ജിത്ത് ചോദിക്കുന്നത്. രഞ്ജിത്തിന് എന്താണ് പ്രശ്നം? ഔട്ടായി പോയതല്ലേ വന്ന ആഴ്ച തന്നെ. ഈ ഒരു പ്രസരിപ്പും ഈ ഒരു ചുറുചുറുപ്പൊക്കെ ആദ്യത്തെ ആഴ്ച കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ അറ്റ്ലീസ്റ്റ് 2 ആഴ്ച കൂടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അനീഷേട്ടൻ പറയാണ് നമ്മളിവിടെ ജീവിക്കുമല്ലേ, നമുക്കപ്പോൾ അങ്ങനത്തെ ഉള്ള തോന്നലുകളൊക്കെ വരാകില്ലല്ലോ. അപ്പോൾ രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ തന്നെ കൂടാനാണോ പ്ലാൻ? അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞാൽ ശരി, ഞാൻ ഇവിടെ തന്നെ കൂടാനാണ് പ്ലാൻ, എന്തായാലും അവർ ഇവിടെ താമസിപ്പിക്കത്തില്ല, പുറത്തെല്ലാം താമസിക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നത് നമ്മളിവിടെ താമസിച്ചില്ലേ ഇത്രയും നാൾ, അപ്പോൾ നമ്മൾ ഇവിടുത്തുകാരായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അയാൾ ചോദിക്കണം അപ്പോൾ ഇത്രയും നാളെ വീട്ടിൽ നിന്നിട്ട് വീട്ടുകാരനായിട്ട് നിങ്ങളുടെ നാട്ടുകാരനായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് മാറിയെന്ന് അനീഷേട്ടൻ പറയുന്നത്, അതിനൊക്കെ ഒരു ചെറിയ കാരണം ഷാനവാസും കൂടിയാണെന്ന് പറയുമ്പോൾ ഷാനവാസിനെയും രഞ്ജിത്ത് വെറുതെ വിടുന്നില്ല. ഷാനവാസിൻ്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരു ഷാനവാസ്, രാവിലെ ഒരു ഷാനവാസ്, വൈകിട്ട് ഒരു ഷാനവാസ്. പുള്ളിക്കാരൻ അക്ബറിനെ നന്നായിട്ട് വാരുന്നുണ്ട്. അക്ബറെ പാരഡികളൊക്കെ കുറേ പാടുന്നുണ്ടല്ലോ, പക്ഷേ ഒറിജിനലൊന്നും കയ്യിലില്ലല്ലേ. അങ്ങനെ പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്നുണ്ട്. അതിനുശേഷം അനുമോൾ വരുമ്പോൾ അനുമോൾക്ക് ഇട്ട് കൊട്ടുന്നുണ്ട്. അനുമോളെ ഒരു ചായ എടുക്കുമോ, PR ഇല്ലാത്ത ചായ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയാണ്. അപ്പോൾ അനുമോളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. കൊച്ചിയിലൊക്കെ PR ഇപ്പോൾ ഭയങ്കര ഫേമസ് ആട്ടോ. ചട്ടിയൊക്കെ വിൽക്കുന്നവരുടെ അടുത്ത് നമ്മൾ കയറിയാലും PR ഉണ്ടെങ്കിൽ ഹാഫ് പ്രൈസിന് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആദിലയും നൂറേനും കളിയാക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളെ പൂമ്പാറ്റകളെന്നാണോ വിളിക്കുന്നത്? ആ പൂവെടുത്തങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ വെറും പാറ്റകളായി പോകും കേട്ടോ. എന്നിട്ട് ആൾക്കാരെല്ലാം കൂടെ നിങ്ങളെ ഹിറ്റടിച്ച് വിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കളിയാക്കലാണ്. എല്ലാവരെയും കളിയാക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയതുപോലെയാണ് രഞ്ജിത്ത് അവിടെ കിടന്ന് ഷോ കാണിക്കുന്നത്. എന്തായാലും അനീഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ നീ കൂടുതലായിട്ട് ഇടപെടേണ്ട, അത് തീർന്ന കാര്യമാണ്, അത് മൂന്നാമത്തെ ഒരാളെ ഇടപെട്ട് കൂടുതൽ കാണിക്കേണ്ട, ഷോ ഇറക്കണ്ട എന്നുള്ള രീതിയിൽ അനീഷേട്ടൻ നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഇനി ഇയാൾ എന്താ കളിക്കാൻ പോകുന്നതെന്നൊക്കെ നോക്കാം. ഒരാഴ്ച പോലും തികച്ച ബിഗ് ബോസിൽ നിന്നിരുന്നെങ്കിൽ പിന്നെയും വേണ്ടില്ല.